നമസ്കാരം. ജനരോഷം വഴിതിരിക്കാൻ വിദ്വേഷം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഗ്രാമങ്ങളിലെ ദുസ്സഹജീവിതം, കുടുംബങ്ങളുടെ കടക്കണി, സാമ്പത്തിക തകർച്ച തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന ബോധ്യമാണ് കടുത്ത വർഗീയ വിദ്വേഷ പരാമർശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത്. പൊള്ളയായ വായ്ത്തരികൾ പ്രചരിപ്പിച്ചിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ മറിച്ച് ചിന്തിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് വർഗീയ വിദ്വേഷ പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയത്. അതിക്രൂരമായ വർഗീയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന നിശബ്ദത മോദി ഭരണത്തിന് കീഴിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്തിപ്പെട്ട വിധേയത്വവും നിസ്സഹായതയും തുറന്നു കാണിക്കുന്നുണ്ട്. മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറന്തള്ളുക മാത്രമാണ് ഒരു പോംവഴി. അതിനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു ശത്രുവിനെ സൃഷ്ടിച്ച ജനങ്ങളുടെ അതൃപ്തിയും രോഷവും ശത്രുവിനെതിരെ തിരിച്ചുവിട്ട് ജനങ്ങളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തുക എന്നത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര രീതിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കെടുതിയിലായ ജർമ്മൻ ജനതയുടെ രോഷം താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലായിരുന്ന യഹൂദ ന്യൂനപക്ഷത്തിന് നേരെ തിരിച്ചുവിറ്റാണ് ഹിറ്റ്ലർ ഭൂരിപക്ഷത്തെ വരുതിയിലാക്കിയതെന്ന് ചരിത്രം പറയുന്നുണ്ട്. മുസ്ലിം അപരർ എന്ന ആഖ്യാനത്തിൽ രൂപം കൊണ്ട ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഭരണത്തിലെത്തിയ കഴിഞ്ഞ 10 വർഷത്തിൽ പ്രതിലോമകരമായ നടപടികൾ കൊണ്ട് ജനജീവിതം ദുരിതമയമാക്കി. മോഹന വാഗ്ദാനങ്ങളിലൂടെ അധികാരത്തിലെത്തിയ മോദി ഭരണം നടപ്പാക്കിയ ഹിന്ദുത്വ അജണ്ടകൾ മാത്രമാണ് 2014 410 രൂപയായിരുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ ഇപ്പോഴത്തെ വില 904 രൂപയായി എന്ന് മാത്രം കണക്കിലെടുത്താൽ വിലക്കയറ്റത്തിന്റെ രൂക്ഷത നമുക്ക് മനസ്സിലാക്കാം. 2014 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $110 ആയിരുന്നെങ്കിൽ 2023 $76 കുറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ പെട്രോളിയം വില വർധനയിലൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അരിക്കും ഗോതമ്പിനും ഉപ്പിനും മരുന്നുകൾക്കും 12 മുതൽ 18% GST ഏർപ്പെടുത്തി ദരിദ്രരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. സൗജന്യ ഗ്യാസ് സിലിണ്ടർ വാഗ്ദാനം ചെയ്തവർ ഗ്യാസ് സിലിണ്ടറിനുണ്ടായിരുന്ന സബ്സിഡി എടുത്തു കളഞ്ഞു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന NDA സർക്കാരിന്റെ 10 വർഷ ഭരണകാലത്ത് 1,74,000 കർഷകർക്ക് ജീവനൊടുക്കേണ്ടി വന്നു. ഇതേസമയം കോടീശ്വരന്മാരുടെ എണ്ണം 56-ൽ നിന്ന് 169ആയി. 2013-ൽ 2,992 കോടിയായിരുന്ന അദാനിയുടെ ആസ്തി 2023-ൽ 7,48,800 കോടിയായി ഉയർന്നു. സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ കോർപ്പറേറ്റ് പ്രീണന സാമ്പത്തിക നയങ്ങൾ ഇതിനു കുടപിടിച്ചു. അതിനെല്ലാം കൂടി മകുടം ചേർത്തി BJPയുടെയും കൂട്ടാളികളുടെയും അഴിമതി രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുത്തു. ഇലക്ടറൽ ബോണ്ട് വഴി കോടികൾ തട്ടിയെടുത്തത് പുറത്തു വരാതിരിക്കാൻ സുപ്രീം കോടതിയിൽ സർക്കാർ കളിച്ച ലജ്ജിപ്പിക്കുന്ന നാടകം ആർക്കും മറക്കാനാകില്ല.